പക്ഷേ SPGക്ക് ഒരു ഇൻഫർമേഷനോ ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഈ അസൈൻമെൻറ്റിന് പോകാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ആപ്ലിക്കേഷൻ എടുത്ത് കൊടുത്തു നോക്കൂ. നിങ്ങൾ SPGയിൽ നിന്ന് പോയി SPGയിൽ തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഞാൻ അവിടെ പോയി ഡയറക്ടറുടെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഞാൻ SPGയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങിയ ഒരു പ്രോസസ്സായിരുന്നു. അതിലിപ്പോൾ എനിക്ക് ഫൈനൽ സെലക്ഷനായി എനിക്ക് മൊസാംബിക്ക് 6 മാസത്തേക്കുള്ള ഡിപ്യൂട്ടേഷൻ വന്നിരിക്കുന്നു. എന്നെ ദയവ് ചെയ്ത് SPGയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ അസൈൻമെൻറ്റിൽ പോകാനും തിരിച്ച് SPGയിൽ ജോയിൻ ചെയ്യുവാനും അനുവദിക്കണം. ഇനി അഥവാ അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മൊസാംബിക് പ്രോഗ്രാം ഞാൻ ഉപേക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അതിന് ഒരു 10-20-25 ദിവസം വരെ ഒരു റിപ്ലൈയും കിട്ടിയില്ല, ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം അത് മറന്നുപോയി, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീ നരസിംഹറാവുവിന് ഒരു ഫോറിൻ ടൂറിൻ്റെ പ്രോഗ്രാം വന്നത്. ഡാവോസ് സ്വിറ്റ്സർലൻഡിൽ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനുള്ള പ്രോഗ്രാം വന്നു. അതിൽ അഡ്വാൻസ് പാർട്ടിയിൽ എൻ്റെ പേരും ഡീറ്റെയിലായി. ഒരു സീനിയർ DIGയും ഞാനും വേറെ കുറേ സബോർഡിനേറ്റ്സ് ഓഫീസേഴ്സും, ഞങ്ങൾ ഏകദേശം 8-10 പേര് അടങ്ങുന്ന ഒരു ടീം സ്വിറ്റ്സർലൻഡിലേക്ക് യാത്രയായി. പ്രൈം മിനിസ്റ്റർ താമസിക്കുന്നത് സൂറിക്കിലുള്ള ഒരു ഹോട്ടലിലായിരുന്നു. അവിടെ നിന്ന് 2-2.5 മണിക്കൂർ റോഡിൽ യാത്ര ചെയ്താണ് ഡാവോസിലെത്തുന്നത്. ഡാവോസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഐസ് നിറഞ്ഞ, വിൻ്റർ സമയത്ത് ഫുൾ ഐസ് നിറഞ്ഞു നിൽക്കുന്ന വേൾഡ് നോൺ സ്കീ റിസോർട്ടാണ്. അവിടെ ഹോട്ടൽസൊക്കെ ആവശ്യം പോലെ ഉണ്ടെങ്കിലും ശ്രീ നരസിംഹറാവു ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നതുകൊണ്ടും അത്രയും വലിയ തണുപ്പിൽ പോകാൻ പെർമിസിബിൾ അല്ലാത്തതുകൊണ്ടും സൂറിക്കിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നിട്ട് ഈ വേൾഡ് എക്കണോമിക് ഫോറം മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി ഇവിടുന്ന് ട്രാവൽ ചെയ്ത് 2 ദിവസം പോവുകയും ഈവനിങ്ങിൽ തിരിച്ചു വരികയും ചെയ്യും. ബേസിക്കലി എൻ്റെ ഡ്യൂട്ടി PM ഹൗസിലെ പോലെ തന്നെ അവിടെയും ഹൗസ് പ്രൊട്ടക്ഷൻ ഡ്യൂട്ടി ആയിരുന്നു, ഞാനും എൻ്റെ ടീമും. പകല് അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, റൂമിൽ കയറിക്കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം പോകുന്നത് വരെയുള്ള പ്രൊട്ടക്ഷൻ അതിൻ്റെ ചാർജായിട്ട് എനിക്കായിരുന്നു. കൂടെ പോകുന്ന ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമും മറ്റു പാർട്ടികളും സീനിയർ ഓഫീസേഴ്സും എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാനും എൻ്റെ ടീമുമായിരുന്നു അതിൻ്റെ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി നോക്കിക്കൊണ്ടിരുന്നത്. പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുന്ന ടീമിൽ ഞങ്ങളുടെ SPGയുടെ ഡയറക്ടറും ജോയിൻറ്റ് ഡയറക്ടറും പിന്നെ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിൻ്റെ ഇൻചാർജ് അങ്ങനെയുള്ള കുറച്ച് സീനിയർ ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അവരെല്ലാം അവരുടെ റൂമുകളിൽ റെസ്റ്റ് ചെയ്യുന്നു. ഞാനും എൻ്റെ ടീമും രാത്രി മുഴുവൻ ഉറക്കളച്ച് ഡ്യൂട്ടി ചെയ്യുകയാണ്. കുറേ അധികം രാത്രിയായി, ഒന്നും ചെയ്യാൻ ഇല്ല, ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഇരുന്ന് ബോറടിച്ചപ്പോൾ അവിടെയും പ്രൈം മിനിസ്റ്റർ എവിടെ പോയാലും അവിടെ ഒരു ചെറിയ ഒരു PM ഓഫീസ് ഡിറ്റാച്ച്മെൻറ്റ് തുറക്കും. അപ്പോൾ ഒരു റൂം PM ഓഫീസ് ഡിറ്റാച്ച്മെൻറ്റായിട്ട് തുറന്നിരുന്നു. അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരുന്നു, ഫാക്സ് ആൻഡ് ഫോൺ എല്ലാം. രാത്രിയിൽ ഇന്ത്യയിൽ എൻ്റെ ഷിഫ്റ്റ് തന്നെയായിരുന്നു PM ഹൗസിൽ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ അവിടുത്തെ റിസപ്ഷനിലേക്ക് ഫോൺ ചെയ്ത് എന്താണ് വിശേഷങ്ങൾ എന്നറിയാൻ വേണ്ടി വെറുതെ ഫോൺ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടുന്ന് തരുന്ന ഒരു ഷോക്കിംഗ് ഉത്തരം, സർ വെരി സോറി, സാറിൻ്റെ റിപ്പാട്രിയേഷൻ ഓർഡർ നമ്മുടെ റിസപ്ഷനിലെ ഡാർക്ക് ഫോൾഡറിൽ ഇരിപ്പുണ്ട്, യു ആർ ഗോയിങ് ബാക്ക് ടു CRPF. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. SPGയിൽ അതുവരെയുള്ള റെക്കോർഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റുപറ്റി ആരുടെയെങ്കിലും കാര്യത്തിൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്യുന്ന ആളോട് കാര്യങ്ങളൊന്നും ചോദിക്കുകയോ പറയുകയോ ഇല്ല. അയാൾക്ക് അയാളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ റിപ്പാട്രിയേഷൻ ഓർഡർ കിട്ടുകയാണ് പതിവ്. അപ്പം എനിക്കും ഒരു ക്ലൂവുമില്ല, എൻ്റെ റിപ്പാട്രിയേഷൻ ഓർഡർ അവിടെ കിടപ്പുണ്ടെന്നറിഞ്ഞു. ഞാൻ വളരെ ഷോക്കായിട്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കണം. അപ്പോൾ ഒരു രാത്രി 3 മണിയായപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് ഫോൺ ചെയ്തു. ഈ ഓർഡർ സൈൻ ചെയ്ത ഓഫീസർ, അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അപ്പോഴത്തേക്കും നേരം വെളുത്തിരുന്നു ഇന്ത്യയിൽ. ഫോൺ ചെയ്ത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സർ
എൻ്റെ റിപ്പാട്രിയേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്താണ് എനിക്ക് പറ്റിയ തെറ്റ്? അദ്ദേഹം പറഞ്ഞു, ജേക്കബ്, തെറ്റൊന്നും പറ്റിയിട്ടില്ല. നീ മൊസാംബിക്കിൽ പോകാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നില്ലേ? അതുകൊണ്ട് നിന്നെ മൊസാംബിക്ക് പോകാനുള്ള അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി CRP തിരിച്ചുവിടുകയാണ്. SPG നിങ്ങളെ CRPയിലേക്ക് തിരിച്ചുവിടുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊരാശ്വാസം വന്നു. കാരണം എൻ്റെ നിന്ന് തെറ്റൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നെ വിടുന്നത്, ഇതിനു വേണ്ടിയാണല്ലോ വിടുന്നത്. സാരമില്ല, എന്തായാലും ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിരുന്നല്ലോ. എനിക്ക് അങ്ങനെ SPGയിൽ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് SPGയിൽ തുടരണം എന്നുള്ളത് ഞാൻ വളരെ ക്ലിയറായിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിരുന്നു. നേരം വെളുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 6 മണിയായപ്പോൾ ഞങ്ങളുടെ ഡയറക്ടറുടെ ഡോറിൽ ഞാൻ പോയി നോക്ക് ചെയ്തു. അദ്ദേഹം ഉറക്കച്ചിറവിൽ എഴുന്നേറ്റ് വന്നു. എന്നോട് ചോദിച്ചു, എന്താ ജേക്കബ്? ഞാൻ പറഞ്ഞു, സർ, ക്യാൻ ഐ മേക്ക് എ കോഫി ഫോർ യു? അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെയുണ്ട്. ഐ വാസ് ആക്ച്വലി ലുക്കിംഗ് ഫോർ എ കോഫി. ഒരു കോഫി ഉണ്ടാക്കും. അപ്പോൾ ആ റൂമിനകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കെറ്റിലുണ്ട്, കോഫി പൗഡർ, മിൽക്ക്, എവറിത്തിങ് എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ കെറ്റിലിൽ വെള്ളം നിറച്ച് കോഫി ഉണ്ടാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജേക്കബ്, നിനക്കും കൂടി ഉണ്ടാക്കി, നമുക്ക് 2 പേർക്കൂടെ കോഫി കുടിക്കാം. അങ്ങനെ ഞാൻ 2 കോഫി ഉണ്ടാക്കി അദ്ദേഹത്തിനും കൊടുത്ത് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, സർ, എന്നെ ഫോറിൻ ടൂറിന് വിട്ടിട്ട് പുറകിൽ ഇന്ത്യയിൽ സാർ എൻ്റെ റിപ്പാട്രിയേഷൻ ഓർഡർ സൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, എന്താണ് സർ? അപ്പോൾ പറഞ്ഞു, യു ആസ്ഡ് ഫോർ ഇറ്റ്. നീ അത് ചോദിച്ചില്ലേ? നിനക്ക് തിരിച്ചു പോകണമെന്ന് നീ പറഞ്ഞു, അതുകൊണ്ടല്ലേ നിന്നെ റിപ്പാട്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല സർ, എനിക്ക് തിരിച്ചു പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് SPGയിൽ നിന്ന് പോവുകയും SPGയിൽ തന്നെ തിരിച്ചു വരാൻ പറ്റുകയും ചെയ്യണം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ മൊസാംബിക് പ്രോഗ്രാം എനിക്ക് വേണ്ട എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നോ, എന്നോട് ബ്രീഫ് ചെയ്തിരിക്കുന്നത്, എന്നോട് എൻ്റെ നോട്ട് ഷീറ്റിൽ വന്നിരിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്, ജേക്കബ് വോണ്ട് ടു ഗോ ബാക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല സാർ, എൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് അറിയാം, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ബാക്ക്. യു കം വിത്ത് മീ എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റു. അദ്ദേഹം അടുത്ത മുറിയിൽ SPGയുടെ ജോയിൻറ്റ് ഡയറക്ടർ കിടക്കുന്ന ആ മുറിയിൽ ചെന്ന് നോക്ക് ചെയ്തു. അപ്പോൾ ജോയിൻറ്റ് ഡയറക്ടർ എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എന്നോട് പറഞ്ഞത് ജേക്കബ് CRPയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നല്ലേ എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, സർ, നമ്മൾ ഇയാളെ 3-4 മാസം ട്രെയിൻ ചെയ്ത് ഇത്രയും പൈസകൾ മുടക്കി എക്സ്പെൻസീവ് എല്ലാ ഗാഡ്ജറ്റ്സും ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാം പ്രൊക്വയർ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ മൊസാംബിക്കിൽ പോകാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാ അത് പറമ്പിക്കുന്നത്? ലെറ്റ് ഹിം ഗോ ബാക്ക് ടു CRPF ആൻഡ് അവൈൽ ഇറ്റ്. അപ്പോൾ ഡയറക്ടർ വീണ്ടും ചോദിച്ചു, ഞാൻ നിന്നോട് ചോദിച്ചത് ജേക്കബ് CRPയിൽ പോകണമെന്ന് പറഞ്ഞു, നീ എന്നെ ബ്രീഫ് ചെയ്തിരുന്നു, അത് കറക്റ്റാണോ അല്ലയോ? ഞാൻ പറഞ്ഞു, ജേക്കബ് CRPയിൽ പോകണം എന്നല്ല എഴുതിയിരിക്കുന്നത്, മൊസാംബിക്കിൽ പോകണമെന്നാണ് എഴുതിയത്, അവിടെ തിരിച്ചു വരണമെന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അങ്ങനെ ബ്രീഫ് ചെയ്തു? ജേക്കബിനെ പറഞ്ഞു വിടാൻ വേണ്ടി. ക്രുദ്ധനായി അദ്ദേഹം തിരിച്ചു റൂമിൽ വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, യു ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് ജോയിൻ ഡ്യൂട്ടി, യു ആർ നോട്ട് ഗോയിങ് ബാക്ക് ടു CRPF എന്ന് പറഞ്ഞു. ഈ ഇൻസിഡൻറ്റ് ആ സെക്കൻഡ് മാൻ ജോയിൻറ്റ് ഡയറക്ടർക്ക് ഒരു വളരെ ഫീൽ ചെയ്തൊരു പ്രോഗ്രാമായി, ഒരു ഇൻസിഡൻ്റായി. ഞാൻ ഒന്നും പ്രവർത്തിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഞാൻ അറിയാതെ തന്നെ എനിക്ക് SPGയിൽ ഒരു ശത്രു കൂടി ഉണ്ടായി. അതുകൊണ്ട് ആ ശത്രുത എൻ്റെ നേരെ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി പിന്നീട് ലഭിച്ചു. അതൊരു മേജർ ഇൻസിഡൻറ്റിൽ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. ആ കഥ ഞാൻ പറയാം. 1993 തന്നെയാണ് ഒരു ഞായറാഴ്ച. അന്ന് മോർണിംഗ് ഡ്യൂട്ടിയിൽ ഞാൻ PM ഹൗസിലുള്ള ദിവസം. ഞായറാഴ്ചകളിൽ സാധാരണ ശ്രീ നരസിംഹറാവു ഒരു എൻഗേജ്മെൻറ്റും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ റെസ്റ്റ് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ സീനിയർ ലെവലിലുള്ള എല്ലാ ഓഫീസേഴ്സും അവരാരും ഡ്യൂട്ടിയിൽ വരാറില്ല. എല്ലാ ഓഫീസുകളും ക്ലോസ് ആണ്. ഞങ്ങൾ ഹൗസ് പ്രൊട്ടക്ഷൻ ടീം മാത്രമായിരിക്കും ഡ്യൂട്ടിയിലുള്ളത്. ആ PM ഹൗസിൻ്റെ പ്രൊട്ടക്ഷൻ മാത്രം. പക്ഷേ അന്ന് അദ്ദേഹത്തിന് ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. രാഷ്ട്രപതി ഭവനിൽ
രാഷ്ട്രപതിയെ ബ്രീഫ് ചെയ്യാൻ പോകേണ്ടത്. അദ്ദേഹം ഒരു ഫോറിൻ ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം പ്രസിഡൻറ്റിനെ ബ്രീഫ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് ആ ബ്രീഫിങ്ങിന് വേണ്ടി ആ ഞായറാഴ്ചയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ഒരേ ഒരു പ്രോഗ്രാം 10-11 മണിയോടുകൂടി അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയും അരമണിക്കൂർ ബ്രീഫിങ്ങിന് ശേഷം തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. 11 മണിയോടുകൂടി അദ്ദേഹം പോയി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിന് വേണ്ടി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് സെക്യൂരിറ്റി എല്ലാം അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സഡൻലി ആ PM ഹൗസിൻ്റെ ഏരിയയിൽ മുഴുവൻ ഒരു അൺനോൺ ഗ്യാസ് സ്പ്രെഡായി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു, ചുമയ്ക്കാൻ തുടങ്ങി, കണ്ണെല്ലാം ചുമപ്പ് നിറത്തിലായി, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു, ഒരു ആകപ്പാടെ ഒരു അൺഈസി ഫീലിംഗ്. അങ്ങനെ ഇതെന്താ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ വയർലെസ് സെറ്റിൽ അനൗൺസ്മെൻറ്റ് വന്നു, പ്രൈം മിനിസ്റ്റർ റെഡി ടു ലീവ്. RTL എന്നാണ് പറയുന്നത്. അതായത് രാഷ്ട്രപതി ഭവനിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് റേസ് കോഴ്സ് റോഡിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇവിടെ ഗ്യാസ് ലീക്കുണ്ട്, അദ്ദേഹത്തിന് ഹാർട്ട് എയിൽമെൻറ്റും ഒക്കെയുള്ള ആളാണ്, അദ്ദേഹം ഈ സമയത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അപകടമായിരിക്കില്ലേ? അറ്റ് ദ സെയിം ടൈം ഇവിടെയോട്ട് അദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ടുള്ള യാത്ര ക്യാൻസൽ ചെയ്യിക്കാൻ വേണ്ടി അതിനുള്ള അതോറിറ്റി എനിക്കില്ല. എനിക്ക് സീനിയർ ലെവലിൽ കൺസൾട്ട് ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷേ റെഡി ടു ലീവ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു 2 മിനിറ്റിനുള്ളിൽ അദ്ദേഹം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കും. എനിക്ക് 2 മിനിറ്റിനുള്ളിൽ തീരുമാനമെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, വെൻ യു ആർ കൺഫ്യൂസ്ഡ്, ഇഫ് യു വാണ്ട് ടു എർ ഓൺ ദ പോസിറ്റീവ് സൈഡ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ രണ്ട് കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എററാണ്. ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ഈ ഗ്യാസ് ലീക്കിങ്ങിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചാൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തിട്ടില്ല എന്നായിരിക്കും. തീർച്ചയായും എനിക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. 2, ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രാവൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാർക്കേഡ് മാറ്റി വിടുകയാണെങ്കിൽ അത് ജെനുവിൻ അല്ല, ജസ്റ്റിഫൈഡ് അല്ല എന്നുണ്ടെങ്കിലും എൻ്റെ ജോലി പോകും. എന്തായാലും ഞാനൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തു. വയർലെസ് സെറ്റിൽ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിൻ്റെ ഇൻചാർജിനെ കോൾ ചെയ്തു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കം ടു ദ സീക്രട്ട് മോഡ്. അദ്ദേഹം സീക്രട്ട് മോഡിൽ വന്നു. ഞാൻ പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ ഷുഡ് നോട്ട് കം ടു ദിസ് പ്ലേസ് നൗ. കാരണം ഇവിടെ ഒരു ഗ്യാസ് ലീക്കുണ്ട്, ഇവിടെ എല്ലാവരും ചുമയ്ക്കുന്നു, കോഫ് ചെയ്യുന്നു, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു, ഇങ്ങനെയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ ദ PM ടു കം ഹിയർ. അദ്ദേഹം എന്നോട് പിന്നെ ചോദിച്ചു, എന്താണ് PM ഓൾറെഡി കാറിലേക്ക് കയറാൻ വരികയാണ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് സേഫ്, യു ഡു സംതിങ്. 1 മിനിറ്റ് കഴിഞ്ഞ് കാണും, അപ്പോഴേക്കും വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നു, RTL ക്യാൻസൽഡ് എന്ന് പറഞ്ഞാൽ റെഡി ടു ലീവ് എന്നുള്ള ആ പൊസിഷൻ ക്യാൻസലാക്കിയിരിക്കുന്നു. ഇതിനകത്ത് റെഡി ടു ലീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വളരെയധികം ഏജൻസീസ് ഇൻവോൾവ് ആണ് അദ്ദേഹത്തിൻ്റെ ട്രാവലിന്. ഓരോ ഗേറ്റിലെയും അടച്ചിട്ടിരിക്കുന്ന ഗേറ്റുകൾ തുറക്കണം. ഡൽഹി പോലീസിന് മുഴുവൻ ഇൻഫർമേഷൻ കിട്ടും. അവർ ഓരോ ക്രോസിങ്ങും ബ്ലോക്ക് ചെയ്ത് പ്രൈം മിനിസ്റ്ററുടെ കാർക്കേഡ് പോകാൻ വേണ്ടി എല്ലാ ഫ്രീ റോഡാക്കണം. അങ്ങനെ എല്ലാ സെക്യൂരിറ്റി ഏജൻസികളും ഒരുമിച്ച് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിരുന്നു ഓൾറെഡി RTL പറഞ്ഞു കഴിഞ്ഞപ്പോൾ.
അത് കഴിഞ്ഞിട്ട് ഈ RTL ക്യാൻസൽ ചെയ്തു. അടുത്ത ഒരു ഡിസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഹൈ ലെവലിൽ കോൺടാക്റ്റ് ചെയ്തു വയർലെസ് സെറ്റിൽ. പ്രൈം മിനിസ്റ്റർ അപ്പോഴേക്കും വന്ന് കാറിൽ കയറി അദ്ദേഹത്തിനോട് കാറിൽ തന്നെ ഇരിക്കാൻ റിക്വസ്റ്റ് ചെയ്തു. ഏകദേശം 4-5 മിനിറ്റിനുള്ളിൽ ഹൈ ലെവലിൽ ഡിസിഷൻ എടുത്തു. ലെറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഗോ ടു ദ പാർലമെൻറ്റ് ഹൗസ്. അപ്പോൾ പാർലമെൻറ്റ് സെഷൻ നടക്കുന്ന സമയമാണ്. പാർലമെൻറ്റ് ഹൗസിൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഞായറാഴ്ച ആയതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പാർലമെൻറ്റും എല്ലാം അവധിയാണ്. എങ്കിലും സെക്യൂരിറ്റി റിലേറ്റഡ് സ്കെലിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ആളുകളെല്ലാം അലേർട്ടായിരുന്നു. അവിടെ ഇൻഫർമേഷൻ കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി എല്ലാ ഡോറുകളും തുറന്നു. പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്റ് ഹൗസിലെത്തി, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തി. ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണും. PM ഹൗസിൽ ഞങ്ങളുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ഇൻ SPG, അതായത് ജോയിൻറ്റ് ഡയറക്ടർ, ദ സെയിം ജോയിൻറ്റ് ഡയറക്ടർ അവിടെ സ്വിറ്റ്സർലൻഡിൽ ഡയറക്ടർ ചൂടായ ആ ഡയറക്ടർ ഈ കാര്യത്തിനെ പറ്റി അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. വന്നപാടെ എന്നോട് ചോദിച്ചു, ജേക്കബ്, വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? ഞാൻ പറഞ്ഞു, സർ, ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാസ് ലീക്ക് ഉണ്ടായി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തത്. എൻ്റെ PM-നെ ഇവിടെ വരാൻ സമ്മതിക്കായിരുന്നത്. അപ്പോൾ അയാൾ നേരെ പറഞ്ഞു, ഇവിടെ ഒരു ഗ്യാസും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാർ, ഇപ്പോൾ ഗ്യാസ് ഇല്ല, ഗ്യാസ് ഇപ്പോൾ അത് മാറിപ്പോയി, പക്ഷേ ആ സമയത്ത് ഇവിടെ ഗ്യാസ് ലീക്ക് ഉണ്ടായിരുന്നു. യു ക്യാൻ ആസ്ക് അതേഴ്സ്. അദ്ദേഹം 4-5 പോയിന്റുകളിൽ പോയി എല്ലാവരോടും ചോദിച്ചു, എന്തായിരുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, യെസ് സാർ, പ്രശ്നമുണ്ടായിരുന്നു, ഇവിടെ ഒരു ഗ്യാസ് വന്നു, ഞങ്ങളെല്ലാവരും ചുമച്ചു, ഞങ്ങൾക്ക് അൺഈസിനെസ് അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ പിന്നെയും പറയുന്നത്, ഇല്ല, ഇവിടെ ഒന്നും കാണുന്നില്ല, ഇവിടെ ഒരു ഗ്യാസ് ലീക്കുമില്ല. ആൻഡ് അദ്ദേഹം തിരിച്ച് റിസപ്ഷനിലേക്ക് വന്നു, ഫോൺ എടുത്ത് ഡയറക്ടർക്ക് ഫോൺ ചെയ്യുകയാണ്. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറയുകയാണ്, സർ, ഞാൻ വന്നു, ഇവിടെ അന്വേഷിച്ചു, ഇവിടെ ഒരു ലീക്കുമില്ല, ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റാണ്. ഇത് ജേക്കബ് കാണിച്ച ഒരു ഓവർ റിയാക്ഷനാണ്. ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, പ്രൈം മിനിസ്റ്ററുടെ കാർക്കേഡിനെ ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പോൾ എനിക്ക് ക്ലിയറായി, ഇത്രയും ഒരു വലിയ ഓഫീസർ ഡയറക്ടർ ലെവലിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റിപ്പാട്രിയേഷൻ 100% ഷുവറാണ്, ഇനി നിന്നിട്ട് ഒരു കാര്യമില്ല. ഡ്യൂട്ടി കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ആശങ്കയോടുകൂടി ഞാൻ വീട്ടിൽ പോയി. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആ ദിവസം തന്നെ ഒരു ആക്ഷനൊന്നും ഉണ്ടായില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ, എൻ്റെ റിപ്പാട്രിയേഷൻ ഓർഡർ ആയിരിക്കും, എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ കരുതി. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞത്തെ ഡ്യൂട്ടിയാണ്. രാവിലെ വീട്ടിലിരിക്കുന്നു. ന്യൂസ് പേപ്പർ വരുമ്പോൾ ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈനാണ്, മിസ്റ്റീരിയസ് ഗ്യാസ് ലീക്ക് ഇൻ ഡൽഹി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുമ്പോൾ ആ ഗ്യാസ് ലീക്കിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മോസ്റ്റ് ലൈക്ലി ഒരു ടോക്സിക് ഗ്യാസ് കയറ്റിക്കൊണ്ടുപോയിരുന്ന അല്ലെങ്കിൽ ടോക്സിക് ഐറ്റം കയറ്റിക്കൊണ്ടുപോയിരുന്ന ഏതെങ്കിലും ഒരു ടാങ്കർ ലോറി പാസ് ചെയ്തിരുന്ന റോഡിൽ ലീക്ക് വന്നതാവാം. ആ ലോറി പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഗ്യാസ് വന്നിരിക്കുന്ന ഏരിയ അതെല്ലാം സ്പെസിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ PM ഹൗസിൻ്റെ ഏരിയയും ആ പേപ്പർ റിപ്പോർട്ടിലുണ്ട്. എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസം വന്നു. എൻ്റെ ആ റേസ് കോഴ്സ് റോഡ് ഏരിയയിൽ ടോക്സിക് ഗ്യാസ് സ്പ്രെഡ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വന്നു. ഈ പറഞ്ഞതുപോലെ 1:30 മണിയായപ്പോൾ ആഫ്റ്റർനൂൺ ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ അവിടെ എത്തി. ബ്രീഫിങ്ങിൽ തന്നെ എനിക്കൊരു ഇൻഫർമേഷനുണ്ട്, യു വിൽ മീറ്റ് ദ ഡയറക്ടർ. അപ്പോഴും മനസ്സിൽ ആശങ്കയാണ്, ഡയറക്ടർ എന്താണ് പറയാൻ പോകുന്നത്, വെദർ എന്നെ തിരിച്ചു പോകാൻ പറയുകയാണോ എന്താണെന്നറിയില്ല. എനിവേ, ബ്രീഫിങ്ങിന് ശേഷം എല്ലാവരെയും ഡിപ്ലോയ് ചെയ്തിട്ട് ഞാൻ ഡയറക്ടറുടെ ഓഫീസ് ചെന്നു. അദ്ദേഹം എന്നെ കണ്ടു, ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് പറഞ്ഞു, യു ഹാവ് ഡൺ എ ഗുഡ് ആക്ഷൻ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡെസിഷൻ. ഞങ്ങൾ ഇനീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് നിന്നെ തിരിച്ചുവിടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് റിപ്പോർട്ട് നീയും വായിച്ചു കാണുമല്ലോ, അതനുസരിച്ച് നിൻ്റെ ആക്ഷൻ വാസ് അപ്രീഷ്യബിൾ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഡ്യൂട്ടിയിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊരു രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ്. പക്ഷേ അവിടെയും എന്നെ ഫിക്സ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ആൾക്ക് വീണ്ടും ഒരു തോൽവി സംഭവിച്ചു. ഇനിയുള്ള ഒരു സംഭവം, അത് ഞാൻ ആരോടും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു സംഭവമായതുകൊണ്ട്
ഒന്നും സംഭവിച്ചില്ല. പക്ഷേ സംഭവിക്കാമായിരുന്ന വലിയ വലിയ വിപത്തുകൾ ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ വർഷം തന്നെ ശ്രീ നരസിംഹറാവു ബാംഗ്ലൂർ, മൈസൂർ, മാണ്ഡ്യ ഈ 3 സ്ഥലത്ത് പ്രോഗ്രാമിനായിട്ട് ബാംഗ്ലൂരിൽ പോയിരുന്നു. നൈറ്റ് ഹോൾട്ട് ചെയ്യുന്നത് രാജ്ഭവൻ ബാംഗ്ലൂരിലാണ്. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ബൈ റോഡ് മൈസൂർ ആൻഡ് മാണ്ഡ്യ അവിടെ പോയി തിരിച്ച് എയർപോർട്ടിൽ വന്ന് നേരെ ഡൽഹിക്ക് പറക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഒരു 4 മണിയായപ്പോഴേക്കും അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് വന്നു, രാജ്ഭവനിൽ വന്ന് റെസ്റ്റ് ചെയ്യുകയാണ് ആസ് യൂഷ്വൽ. അവിടെ കുറച്ച് മീറ്റിങ്ങുകളും രാജ്ഭവനകത്ത് തന്നെ കുറച്ച് എൻഗേജ്മെൻറ്റ്സും ഉണ്ടായിരുന്നു. കുറച്ച് പേരെയും അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അവർ വന്നു, കണ്ടു, ഡിന്നർ കഴിഞ്ഞു, അദ്ദേഹം ഉറങ്ങാൻ പോയി. അദ്ദേഹത്തിന് ഹാർട്ട് എയിൽമെൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം എവിടെ നൈറ്റ് ഹോൾഡ് ചെയ്താലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ സൈഡിൽ 2 തരം ബെൽ വെച്ചിരിക്കും. 2 ഡിഫറെൻറ്റ് റിംഗ് ടോണുള്ള ബെല്ലുകളാണ്. ഒന്ന് എന്ന് പറയുന്നത് അറ്റൻഡറെ വിളിക്കാൻ വേണ്ടിയുള്ള ബെൽ, 2 എന്ന് പറയുന്നത് എമർജൻസിക്കുള്ളൊരു ബെൽ. അങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്നുള്ളതുകൊണ്ട് ഈ പ്രിക്കോഷൻസ് എപ്പോഴും നമ്മൾ എടുത്തിരുന്നു. രാത്രി ഡ്യൂട്ടി തുടങ്ങി. ക്ലോസ് പ്രൊട്ടക്ഷൻ ടീം പകൽ കൂട്ടത്തിൽ വരുന്ന അവരും ഞങ്ങളുടെ ഡയറക്ടറും ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പിൻവാങ്ങി. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ ടീമും മാത്രം നൈറ്റ് ഡ്യൂട്ടി നോക്കാൻ വേണ്ടി. ഒരു 12-1 മണിയായി ആ സമയത്ത് ഞാൻ രാജ്ഭവന് ചുറ്റും നടക്കും. കാരണം ഔട്ടർ പെരിഫറി മുഴുവൻ സെക്യൂരിറ്റി നോക്കുന്നത് അവിടുത്തെ ലോക്കൽ പോലീസുകാരാണ്. ആ പോലീസുകാരൊക്കെ അലേർട്ടായിട്ട് നിൽപ്പുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, ഇതെല്ലാം നോക്കുക. ഇൻറ്റേർണൽ റിങ് അവിടെ അവരെ ചെക്ക് ചെയ്യുക. അങ്ങനെ കുറേ തവണ ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടി ഞാൻ ആ കോറിഡോറിൽ ഒരു ടേബിൾ ചെയർ ഇട്ടിട്ട് ഇരിക്കുകയാണ്. ആ കോറിഡോറിൽ നിന്ന് ഒരു റൈറ്റ് ടേൺ കഴിഞ്ഞ് ആ കോറിഡോർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലിയാണ് പ്രൈം മിനിസ്റ്ററുടെ റൂം. അതിൻ്റെ മുമ്പിൽ SPGയുടെ എൻ്റെ ഒരു സബോർഡിനേറ്റ് ഡ്യൂട്ടിയിലുണ്ട്. അത് റൊട്ടേഷനിൽ 2 മണിക്കൂർ വീതം മാറി മാറി അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഡ്യൂട്ടിക്കാർ നിൽക്കും. അപ്പോൾ ഞാനൊരു 30 മീറ്റർ ദൂരത്തിലായിരിക്കും അതിൽ നിന്ന് മാറിയിരിക്കുന്നത്. ഒരു L ഷേപ്പ് കോറിഡോർ. 2 മണി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പയ്യൻ ഓടി എന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ, ആ മെഡിക്കൽ അലാം ബെൽ അതടിച്ചു. ഞാൻ പറഞ്ഞടാ, ഞാൻ ഇത്രയും 30-ൽ കുറച്ച് മീറ്ററിൽ അടുത്താണല്ലോ ഞാനും ഇരിക്കുന്നത്, അല്ലെങ്കിൽ 25 മീറ്ററേ കാണുള്ളൂ, ഇത്രയും ദൂരത്തിൽ ഞാൻ ഇരിക്കുന്നു, ഞാൻ കേട്ടില്ലല്ലോ. ഇല്ല സാർ, അടിച്ചു, ഒന്നേ അടിച്ചുള്ളൂ, പക്ഷേ മെഡിക്കൽ അലാം ബിൽ അടിച്ചു. അപ്പോൾ എനിക്കാകപ്പെടേടാ, നീ അവിടെ നിന്ന് ഉറങ്ങുകയല്ലമായിരുന്നോ? അതുകൊണ്ട് നിനക്ക് തോന്നിയതാവാം, കാരണം ഞാൻ ഇത്ര അടുത്ത് നിന്നിട്ട് ഞാനും കേട്ടില്ലല്ലോ. ഇല്ല സാർ, ഞാൻ 100% പറയുന്നു, ആ ബെല്ലടിച്ചു. അപ്പോഴത്തേക്കും എഗെയിൻ ഒരു മേജർ ഡിസിഷനാണ് എടുക്കേണ്ടത്. എനിക്ക് പേഴ്സണലി ഒന്നും ചെയ്യാനില്ല. എനിക്ക് നേരെ എൻ്റെ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിനെ ഇൻഫോം ചെയ്യുക, മെഡിക്കൽ എമർജൻസിയാണ്, ഇമ്മീഡിയറ്റ്ലി എവാക്യുവേറ്റ് ചെയ്യണം. പ്രൈം മിനിസ്റ്ററെ എവാക്യുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. ആംബുലൻസ് ഈസ് അവൈലബിൾ. പക്ഷേ ആംബുലൻസ് ഡ്രൈവർ ഉറങ്ങുകയാണ്, അവരെ എഴുന്നേൽപ്പിക്കണം. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ഉറങ്ങുകയാണ്, അവരെ വിളിക്കണം. അദ്ദേഹത്തിനെ എവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഹോസ്പിറ്റലുണ്ട്, സ്റ്റാൻഡ് ബൈ നിൽക്കുന്നു, അവിടുത്തെ ഡോക്ടർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം, ട്രാഫിക്കിന് ഇൻഫോം കൊടുക്കണം. ഇതെല്ലാം വളരെ ക്വിക്കായിട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി എവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഹാർട്ടിൽ പ്രശ്നം വരുമ്പോഴാണല്ലോ അദ്ദേഹം ഈ ബെല്ലടിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് എല്ലാവരും എഴുന്നേറ്റു. അവിടെ ഓട്ടമായി ചാട്ടമായി അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ട് ആക്ച്വലി അദ്ദേഹം മണി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര എംബാരസ്മെൻ്റ് ആവും. മാത്രമല്ല ഏറ്റവും വലിയ ആക്ഷൻ എൻ്റെ പേരിൽ എടുക്കാവുന്ന ഒരു കാര്യമാണ്. എഗെയിൻ ഒരു മേജർ ഡിസിഷൻ എടുക്കണം. ഇവരെ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് എവാക്യുവേറ്റ് ചെയ്യണോ, അതോ ഒന്ന് കൺഫേം ചെയ്യണോ? കൺഫേം എങ്ങനെ ചെയ്യും? ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് കൺഫേം ആകണം. അതുകൊണ്ട് ഞാൻ പതുക്കെ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്കുള്ള വാതിൽ തുറന്നു. ബെഡ്റൂം വാതിൽ എപ്പോഴും തുറന്നേ ഇട്ടിരിക്കുകയുള്ളൂ, കാരണം
ഡ്യൂട്ടിക്കാർ എപ്പോഴും പുറത്തുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള എവാക്യുവേഷൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി റൂം തുറന്ന് തന്നെ കിടക്കണം. അതുകൊണ്ട് ഞാൻ പതുക്കെ റൂം തുറന്നു. ഒരുമാതിരി പൂച്ച പോകുന്നത് പോലെ പതുക്കെ ഇരുട്ടത്ത് നടന്ന് ബെഡ്റൂമിനകത്തേക്ക് കയറി. ഭാഗ്യത്തിന് ബെഡ്റൂമിൽ ഒരു ഡിം ലൈറ്റ് ഓൺ ചെയ്തിട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉറങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ പതുക്കെ ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് അദ്ദേഹം കൊതുകുവലയ്ക്കകത്ത് കിടന്നുറങ്ങുകയാണ്. വളരെ സോഫ്റ്റായിട്ട് ചെന്ന് ആ കൊതുകുവലയ്ക്ക് അകത്തുകൂടി അദ്ദേഹത്തിനെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ ശ്വാസം വലിച്ചുറങ്ങുന്ന പ്രൈം മിനിസ്റ്ററാണ് കണ്ടത്. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ടിപ്പ് ടോ ചെയ്ത് ഞാൻ പുറത്തിറങ്ങി വന്നു, കതകടച്ചു. എന്നിട്ട് പണ്ട് ഞാൻ നെറേറ്റ് ചെയ്തിരുന്ന കൽപ്പനാഥ് റായ് എന്നോട് പറഞ്ഞ അതിലും കൂടുതൽ അറിയാവുന്ന എല്ലാവിധ തേകളും ആ ഡ്യൂട്ടിയിൽ നിന്ന് അവനെ വിളിച്ചു. മോസ്റ്റ് ലൈക്ലി അവൻ നിന്ന് ഉറങ്ങിപ്പോയ സമയത്ത് അവന് തോന്നിയ ഒരു ഇതായിരിക്കാം ഇങ്ങനെ മണി അടിച്ചു എന്ന്. ആ ഒരു ഫാൾസ് അലാമിൽ ഞാൻ എഗെയിൻ നെഗറ്റീവ് സൈഡിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു വലിയ ആക്ഷൻ എനിക്കെതിരെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ആക്ഷൻ ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ SPGയിൽ ഇത് ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഒരു പോയിൻ്റ് ഉണ്ട്, നീ എടുത്തതൊരു ഭയങ്കര റിസ്ക്കാണ്. സപ്പോസ് നീ ചെന്ന് സൂക്ഷിച്ച് കൊതുവലയുടെ പുറത്തുകൂടി അദ്ദേഹത്തിനെ നോക്കുമ്പോൾ അദ്ദേഹം കണ്ണു തുറക്കുകയും നിന്നെ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരുന്നിരിക്കണം റിയാക്ഷൻ? ഞാൻ പറഞ്ഞു, ശരിയാണ്, അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ജോലി പോവുക മാത്രമല്ല ഒരുപക്ഷെ ജയിലിൽ പോകുന്ന ഒരു കേസാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു മേജർ ഡിസിഷൻ എടുക്കാൻ അന്നെനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് നന്നായി എന്ന് ഞാനിപ്പോൾ കരുതുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ഗുജറാത്തിൽ നിന്നാണ് ഒരു പയ്യൻ വന്നിരിക്കുന്നത്. ഒരു 30 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. അവൻ ഇൻസിസ്റ്റ് ചെയ്യുകയാണ് ഗേറ്റിങ്ങിൽ. എന്നിട്ട് എനിക്ക് അകത്ത് കയറണം, എനിക്ക് പ്രിയങ്കയെ കാണണം. എന്തിനാണ്? കല്യാണം കഴിക്കണം.